അവസാനപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താനായി എത്തിയതാണ് മന്ത്രി. എങ്ങനെ സന്ദർശനമൊക്കെ കഴിഞ്ഞോ? നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും വിജയപ്രദമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതിനോടകം മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിരുന്നു. പല മീറ്റിങ്ങുകൾ ചേർന്നു. ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ വന്ന് പങ്കെടുത്ത് എല്ലാ അവലോകനം നടത്തിയിരുന്നു. അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ നടപ്പാക്കുന്ന രംഗത്തേക്ക് എത്തിയോ എന്നറിയാനാണ് ഞങ്ങൾ ഇന്ന് വീണ്ടും നേരത്തെ എത്തിച്ചേർന്നത്. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അന്ന് നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. 1000-ൽ പരം വനിതാ പോലീസുകാരുൾപ്പെടെ പോലീസ് സേനയെ നമ്മളന്ന് തീരുമാനിച്ചത് മുഴുവൻ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഉന്നതരായ പോലീസ് ഓഫീസേഴ്സും വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രത്യേകിച്ച് ഹെൽത്ത്, വാട്ടർ അതോറിറ്റി, അതുപോലെ ശുചിത്വ മിഷൻ, മുനിസിപ്പൽ കോർപ്പറേഷന്, അതോടൊപ്പം ലീഗൽ മെട്രോളജി, ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ എടുത്തിരുന്ന തീരുമാനം നടപ്പാക്കാൻ അവരെല്ലാം തന്നെ ജാഗ്രതാപൂർണ്ണം ഇവിടെ എത്തി. എല്ലാ കൂട്ടർക്കും ഇവിടെ കൺട്രോൾ റൂമുണ്ട്. പ്രത്യേകിച്ചും ആംബുലൻസ് സർവീസുകൾ ഉറപ്പാക്കാൻ ഹെൽത്തുകാർ, അവരുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വന്നാണ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി 1500-ൽ പരം ടാപ്പ് ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളായി വിന്യസിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദാഹജലം കിട്ടാനുള്ള സൗകര്യങ്ങൾ, അതിന് പരിശോധനയുടെ രൂപങ്ങൾ അതെല്ലാം എടുത്തു കഴിഞ്ഞു. ഇവിടെ എത്തിച്ചേരുന്ന ഒരു ഭക്തയ്ക്കും ദർശനം കിട്ടാതെ മടങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം. അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രം ഭാരവാഹികളും അതേപോലെ അതിനെ സഹായിക്കേണ്ട മറ്റ് ഇതര സേനാംഗങ്ങളും അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോടകം തെരുവോരങ്ങളിൽ ഈ പൊങ്കാലയിടാൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അഗ്നിശമന സേനാ വിഭാഗം 400-ൽ പരം വനിതാ അംഗങ്ങളോടുകൂടി അവരുടെ വണ്ടി ഉൾപ്പെടെ വന്ന് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ സേവനമാണ് ഏറ്റവും പ്രധാനമായി വരിക. പിന്നെ വെള്ളം നമുക്ക് സോഴ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായി കിട്ടത്തക്ക രൂപത്തിലേക്കുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവർ കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിള്ളിയാറിലാണെങ്കിൽ പ്രധാനമായിട്ട് ഒരു ബണ്ട് തന്നെ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി സൗകര്യപ്രദമാക്കി മാറ്റിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കൺട്രോൾ റൂം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കൂട്ടരും ഈ വിഷയത്തിൽ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങൾ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് നല്ലൊരു പൊങ്കാല തന്നെ, നല്ല പൊങ്കാല ഭംഗിയായി നടക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു.